അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സമാധാന കരാറിലെത്തിയിരിക്കുകയാണ്. അതായത് യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഖത്തർ, സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടപെടൽ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള കരാറ് പൂർത്തിയായതായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയിരുന്ന US നാവിക ഉപരോധം അടിയന്തരമായിട്ട് പിൻവലിക്കുന്നതായും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും യുദ്ധം അവസാനിക്കുമെന്നും കരാറിന്റെ പകർപ്പ് അന്തിമമാക്കിയതായിട്ടും ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചടങ്ങ് 2026 ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളും ഔദ്യോഗിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചുകൊണ്ട് നടക്കും. അതോടൊപ്പം തന്നെ ആഗോള കപ്പൽ ഗതാഗതവും എണ്ണ വിതരണവും പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം US നീക്കം ചെയ്തു. നിലവിൽ അടിയന്തര വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇറാന്റെ ഉപരോധങ്ങൾ നീക്കുന്നതിനെ കുറിച്ചും ആണവ പദ്ധതികളെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്ത് അന്തിമ കരാറിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും 60 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. ഇതില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യുദ്ധം അവസാനിച്ചത് സത്യത്തിൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. കാരണം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനാണ് സത്യത്തിൽ ഈ യുദ്ധം ഒരു തടസ്സമായി നിന്നത്. എന്തായാലും യുദ്ധം അവസാനിക്കുന്നു എന്നത് സന്തോഷം നൽകുമ്പോൾ തന്നെ ഇവിടെ ഇസ്രായേൽ ഈ സമാധാന ചർച്ചകളിൽ ഭാഗമായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണവും ആശങ്കാകുലവുമായിട്ടുള്ള ഒരു നിലപാടാണ് ഇസ്രായേലിൻ്റെത്. ഇറാന്റെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകർക്കുന്നതിനോ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ഇറാന്റെ പിന്തുണ അവസാനിപ്പിക്കുന്നതിനോ ഈ കരാറ് സഹായിക്കില്ല എന്നൊരു നിലപാടാണ് ഇസ്രായേലിനുള്ളത്. ഇസ്രായേൽ ഈ കരാറിനെ സംശയത്തോടെയാണ് അതുകൊണ്ട് തന്നെ കാണുന്നത്. അതോടൊപ്പം തന്നെ കരാർ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ചെറിയ രീതിയിലുള്ള ആശങ്കയും പരത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ രംഗത്തെത്തി. എല്ലാ വിഭാഗങ്ങളും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് കർശനമായിട്ട് ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. സാങ്കേതികമായിട്ട് ഒരു സ്ഥിരമായ സമാധാന ഉടമ്പടി ഉറപ്പായിട്ടില്ലെങ്കിലും നിലവിൽ എല്ലാ മേഖലകളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ മുന്നണികളിലെയും സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ചതായിട്ട് ഇറാന്റെ സുരക്ഷാ സമിതിയും അറിയിച്ചിട്ടുണ്ട്. ലെബനനിലെ സംഘർഷങ്ങൾക്കും ഇതോടെ താൽക്കാലിക ശമനമാകും. എന്നാൽ യുദ്ധം പൂർണ്ണമായി അവസാനിക്കാൻ 2 കാര്യങ്ങൾ ആവശ്യമാണ്. അടുത്ത 60 ദിവസത്തിനുള്ളിൽ US ഇറാനും തമ്മിൽ നടത്തുന്ന ആണവ സാമ്പത്തിക ചർച്ചകൾ വിജയകരമായി പൂർത്തിയാകണം. ഈ കരാറിൽ ഇസ്രായേൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് അവർ ലെബനനിലോ സിറിയയിലോ ഉള്ള ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയാൽ ഈ സമാധാന കരാർ തകരാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തില് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധ സാഹചര്യവും ഉപരോധങ്ങളും മാറിയിട്ടുണ്ട് എങ്കിലും വരും ദിവസങ്ങളിലെ ചർച്ചകൾ മാത്രമേ ഈ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനം കൊണ്ടുവരുമോ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നീക്കം എന്തുകൊണ്ടും നല്ലതാണ്. ട്രംപ് ഒരു ട്വീറ്റിൽ പറഞ്ഞത് ഇനി മേഖലയിലൂടെ എണ്ണ ഒഴുകുമെന്നാണ്. അതായത് ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ ശരിക്കും അത് ഒരു പരോക്ഷമായിട്ടെങ്കിലും ബാധിച്ചത് ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഇങ്ങനെയൊക്കെയുള്ള ഏഷ്യൻ ശക്തികളെയാണ്, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളെയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇന്ത്യയെ കൂടുതലായി ബാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ വളരെയധികം പോപ്പുലേഷനുള്ള രാജ്യമാണ്, നമുക്ക് ക്രൂഡ് ഓയിൽ വളരെ ആവശ്യമാണ്. പക്ഷെ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ പരമാവധി നമ്മൾ സെക്യൂർ ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിസർവുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ യുദ്ധം ഒരുപാട് കാലം നീണ്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ തന്നെ പതിയെ ബാധിക്കാൻ തുടങ്ങും. സോ ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ ആര് അത് ഇടപെട്ട് നിർത്തി തന്നാലും നമുക്ക് ഗുണമാണ്. ഇപ്പൊ ഇതിനകത്ത് ഇടപെട്ട രാജ്യങ്ങളിൽ പാകിസ്ഥാനും തുർക്കിയുമുണ്ട്. ഇന്ത്യയുടെ ശത്രു ചേരി നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷെ അവരുടെ കൂടി ഇടപെടൽ കൊണ്ടാണ് യുദ്ധം അവസാനിച്ചത്. കാരണം ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് പ്രധാനമായിട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കാണ്. ഇറാനെ കൺവിൻസ് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റൂ. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക കൂട്ടായ്മയിൽപ്പെടുന്ന രാജ്യം എന്ന നിലയിൽ ഇറാനുമേൽ കൃത്യമായിട്ടും സമ്മർദ്ദം ചെലുത്തുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇറാനും ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. സോ അതിനകത്ത് തുർക്കിയുടെയും സൗദിയുടെയും പാകിസ്ഥാന്റെയും പങ്ക് എടുത്തു പറയുകയും വേണം. പക്ഷെ അവരെല്ലാം കൂടെ ചേർന്ന് ശരിക്കും നമ്മളെ കൂടിയാണ് സഹായിച്ചത്. നമുക്ക് വളരെ ഗുണമുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. താൽക്കാലികമായിട്ടെങ്കിലും യുദ്ധം അവസാനിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. ഇനി യുദ്ധത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങൾ മാത്രമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ. ഇപ്പൊ പാകിസ്ഥാനൊക്കെ ഇടപെട്ട് യുദ്ധം നിർത്താൻ ഇടപെട്ടു എങ്കിൽ പോലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നും തന്നെ തങ്ങളുടെ കൂടെ നിന്നില്ല എന്ന് ഇറാൻ മനസ്സിലാക്കി ഈ യുദ്ധത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്നും ഇറാന്റെ മനസ്സിലുണ്ടാവും. ഇറാൻ ഉണ്ടായ സാമ്പത്തിക നഷ്ടം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. വലിയ രീതിയിൽ ഇറാന്റെ പല നഗരങ്ങൾ, എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, എണ്ണ ശുദ്ധീകരണ ശാലകളൊക്കെ
ഈ ഒരു യുദ്ധത്തിൽ വലിയ രീതിയിൽ തകർക്കപ്പെട്ടു. വലിയ സാമ്പത്തിക നഷ്ടം. ഒരുപക്ഷെ ഇറാൻ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ പുരോഗതിയും ഈ യുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അത്രയും വലിയ നഷ്ടമുണ്ടായി. അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേര് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, അവരുടെ പരമോന്നത നേതാവ് ഉൾപ്പെടെ. അപ്പോൾ നഷ്ടങ്ങളുടെ ഒരു പട്ടിക എടുത്താൽ ഇറാൻ്റെത് എഴുതി തീരാത്ത അത്രയും വലിയ നഷ്ടങ്ങളുണ്ട്. അമേരിക്കയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പാമ്പിന്റെ മാളത്തിൽ കൊണ്ട് കൈയിട്ട അവസ്ഥയാണ്. കടി കിട്ടി. അമേരിക്കയ്ക്ക് നല്ല കടി ഇറാന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു സംശയവും അതിനകത്തില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ട്രംപ് ഇതിൽ നിന്ന് തടി ഊരിയിരിക്കുന്നത്. അമേരിക്ക മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തെയും വില കുറച്ച് കാണരുത്. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യവും നിസ്സാരമല്ല. അമേരിക്കയെക്കാൾ കണക്കുകളിൽ സാമ്പത്തികമായും സൈനികമായും പുറകിലാണെങ്കിലും ഇറാൻ വിചാരിച്ചാൽ അമേരിക്ക ഒന്ന് വിറപ്പിക്കാൻ കഴിയുമെന്ന് ലോകം കണ്ടതാണ്. അമേരിക്കയ്ക്കും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ലോക പോലീസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു വലിയ ഒരു പദവിക്ക് കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് അവരുടെ എയർക്രാഫ്റ്റുകൾ തകർന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ തകർക്കപ്പെട്ടു, റഡാറുകൾ തകർക്കപ്പെട്ടു, മിലിറ്ററി ബേസുകൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ വലിയ നാണക്കേട് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ആരും ജയിച്ചില്ല. സൂപ്പർ പവർ എന്ന് പറയുന്ന അമേരിക്കയും ജയിച്ചിട്ടില്ല, ഇറാനും ജയിച്ചിട്ടില്ല. രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായി. ചിലപ്പോൾ കൂടുതൽ നഷ്ടം ഇറാൻ ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടത്തെ വില കുറച്ച് കാണാനും പറ്റില്ല. അതാണ് യുദ്ധത്തിന്റെ ഒരു അന്തിമ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അമേരിക്കയുടെ അഹങ്കാരത്തിന് കനത്ത തിരിച്ചടി കിട്ടിയതിനോടൊപ്പം തന്നെ ഇറാനും നികത്താനാവാത്ത വലിയ നഷ്ടങ്ങൾ ഈ യുദ്ധത്തിൽ ഉണ്ടായി. സോ ഇതാണ് യുദ്ധത്തിന്റെ ഒരു അനന്തര ഫലമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേസമയത്ത് യുദ്ധം ഇപ്പോൾ അവസാനിക്കുന്നത് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള അതിവേഗത്തിൽ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് വളരെ ഗുണകരമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.